ഗുരുവായൂർ വന്നിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണേ. ഇന്നലെ അപ്പം നന്നായിട്ട് തൊഴുതു, എല്ലാമൊക്കെ കഴിഞ്ഞ് നല്ലതായിട്ടും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അവളെ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറ് നടയുടെ അടുത്തായിരുന്നു മേക്കപ്പിന് വേണ്ടിയിട്ട് റൂമൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ അവിടെ കൊണ്ടാക്കിയ ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അവൾക്ക് ലഞ്ച് വാങ്ങി കൊടുക്കാനൊക്കെ പോകണം. അപ്പോൾ ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. ഞാൻ ഈ കട അന്വേഷിച്ചാണ് കേട്ടോ കിഴക്കേ നട വരെ വന്നത്. പക്ഷേ തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. പ്രിയങ്ക ഫാൻസി എന്ന ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസ് കണ്ട് ഗുരുവായൂർ പോകുമ്പോൾ ഉറപ്പായിട്ടും കയറണമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് പോയ കടയായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല, കട തുറന്നില്ല രാവിലെ. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ വന്നിട്ട് പഴയടത്ത് ഹോട്ടലിൽ വന്നിട്ട് നല്ലൊരു ഊണ് കഴിച്ചു കേട്ടോ. ഇവിടുത്തെ ഊണ് നല്ല കിടിലൻ ഊണാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും അങ്ങ് ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. ബാലുവിന് എന്തായാലും ഊണ് വേണ്ട, ബിരിയാണി വേണമെന്ന് പറഞ്ഞു ഒരേ നിർബന്ധം. ഇവിടെ എങ്ങോ ആണെങ്കിൽ നോൺ വെജ് കിട്ടാനേ ഇല്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തൊട്ടപ്പുറത്തുള്ളൊരു കടയിൽ പോയി ഒരു വെജിറ്റബിൾ ബിരിയാണിയിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഫുഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവിടെ ഒരു മണി വെച്ചിട്ടുണ്ട്, ബെല്ല്, അതിൽ ബെല്ലടിക്കണം എന്ന് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ശ്രീയേട്ടൻ പോയി 2 ബെല്ലടിച്ചിട്ടുണ്ട്. അത്ര നല്ല ഫുഡായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് എൻ്റെ മോൾ ഒരുങ്ങി റെഡിയായി ഗുരുവായൂരപ്പനെ വെളിയിൽ നിന്നൊന്നും തൊഴുതിട്ട് അരങ്ങേറ്റത്തിന് കയറി കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ ഉള്ള നിമിഷമായിരുന്നേ. ജാനുമോൾക്ക് ഒരേ നിർബന്ധമായിരുന്നു, അച്ഛൻ്റെ കാലിൽ തൊട്ട് തൊഴുതിട്ടാണ് എനിക്ക് അരങ്ങേറ്റത്തിന് കയറാനെന്ന്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ നാട്ടിൽ വന്നത് തന്നെ. അപ്പോൾ അതിന് അരങ്ങേറ്റത്തിന് ശേഷം ഗുരുവായൂരപ്പനെ നടയിൽ നിന്നൊരു കുഞ്ഞു ഡാൻസ് റീൽസൊക്കെ എടുത്തു. അങ്ങനെ ഒരുങ്ങി വന്നപ്പോൾ ജാനു ഉണ്ടോ നല്ല വലിയൊരു പെൺകുട്ടിയായിട്ടുണ്ടായിരുന്നു. മേക്കപ്പൊക്കെ ചെയ്തപ്പോൾ സുന്ദരിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇനി അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് വ്രതമായിരുന്നു. 3-4 ദിവസമായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും ഉള്ള ഒരു നോൺ വെജ് ഹോട്ടൽ തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. ബാലു കണ്ട ഉറക്കം വരുന്നു, ക്ഷീണിച്ച്. 2 ദിവസം കൊണ്ട് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ് എൻ്റെ മക്കൾക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി കുറച്ച് നോൺ വെജ് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ബിരിയാണി, പൊറോട്ട, പിന്നെ അൽഫാം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. വിശാലമായിട്ടിരുന്ന് ഞങ്ങൾ വ്രതമൊക്കെ മുറിച്ച് ഫുഡെല്ലാം കഴിച്ച് സന്തോഷമായി കേട്ടോ. ബിരിയാണി കണ്ടപ്പോഴാണ് ബാലുവിൻ്റെ മുഖത്ത് സന്തോഷം വീണത്. കുറേ ദിവസം വെജ് കഴിച്ച് നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേകമായ ഒരു ക്രേവിങ്സും ഒക്കെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡും കഴിച്ചിട്ടൊരു നല്ല യാത്ര ഉണ്ടായിരുന്നു അമ്പലത്തിലേക്ക്. അങ്ങനെ നടന്ന് കിഴക്കേ നട എത്തിയപ്പോഴത്തേനും എന്താ രാവിലെ തുറന്ന് കാണാൻ പറ്റാതെ കയറാൻ പറ്റാതെ വിഷമിച്ചിരുന്ന കടയുടെ ഫ്രണ്ടിൽ ഞാൻ അപ്രതീക്ഷിതമായിട്ട് വന്നങ്ങ് പെട്ടു കേട്ടോ. പ്രിയങ്ക ഷോപ്പാണ് ഇത്. അപ്പോൾ ഇവിടെ ഭയങ്കര ഫാൻസിയുടെ ഭയങ്കര കളക്ഷൻസ് ആയിരുന്നു. റീൽസ് കണ്ട് കൊതിമൂത്താണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇവിടെ കയറണമെന്നുണ്ടായിരുന്നു. കയറിയ കൈ നിറയെ പൈസ ഇല്ലാതെ പോവുകയാണെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടു പോകും കേട്ടോ. അത്രമാത്രം കളക്ഷനാണ് സാധനങ്ങൾ. ഭയങ്കര അഫോർഡബിൾ ആണ്. നമുക്ക് എല്ലാം എന്തുമാത്രം വളകളും അതുപോലെ തന്നെ നെയിൽ പോളിഷും അതുപോലെ തന്നെ ക്ലിപ്പുകൾ, സ്ലൈഡുകൾ, പൊട്ടുകൾ, ഹെയർ ബാൻഡുകൾ എല്ലാം ഇങ്ങനെ വാരി വിതറിയും ഇട്ടേക്കുവാണേ. അപ്പം ഓടിപ്പോയി നമുക്ക് ഗുരുവായൂർ പോയി പെട്ടെന്ന് ഷോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കൈ കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ പറ്റുന്ന ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഷോപ്പ് ചെയ്തുകൊണ്ട് നെയിൽ പോളിഷൊക്കെ ഇങ്ങനെ വാരി ഇട്ടേക്കുകയാണ്. കൈ നിറയെ പൈസയായിട്ട് പോയ ഒരുപാട് സാധനങ്ങൾ വാരിയെടുക്കാം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നേരെ അങ്ങ് റൂമിലേക്ക് ബാലു നടന്ന് തളർന്നുകൊണ്ട് അച്ഛൻ തലയിൽ വെച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.